وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. ശരി, നമുക്ക് ഇന്ന് 204-ാമത്തെ ആയത്തിലേക്ക് പോകാം. ഈ പേജിലെ 2-ാമത്തെ ആയത്ത് 204. വമിനന്നാസി. അതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമുണ്ട്. അത് ഇന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് 204-ാമത്തെ ആയത്തിലേക്ക് പോകാം. റെഡിയാണല്ലോ അല്ലേ? വമിനന്നാസി, നൂന് മണിച്ചുകൊണ്ട് പറയാം. വമിനന്നാസി ഒതു മൻ യുഅ്ജിബുക ഖൗലുഹു. അപ്പോൾ വമിനന്ന എന്ന നൂന് മൻ യുഅ്ജിബു എന്ന മയ്യു സ്ഥലത്ത് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ഓക്കെ, അവിടെ വരെ ഒന്നുകൂടി പറയട്ടെ. വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു. ഫിൽ ഹയാത്തിദ് ദുനിയാ. ഇവിടെയാണ് ഒരു സംശയം വരാറുള്ളത്. ഫിൽ ഹയവാത്തി എന്നല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഫിൽ ഹയവാത്തി എന്നല്ലേ? കാരണം ഹയാത്തി എന്നിടത്തൊരു വാവും അതിൻ്റെ മുകളിലൊരു അലിഫും ആണല്ലോ ഉള്ളത്. അപ്പോൾ ഹയവാത്തി എന്ന് ഓതണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. ഹയവാത്തി അല്ല, ഹയാത്തി എന്നാണ്. ഹയാത്തി. അവിടെ യാന് നോക്കാം നമുക്ക്. ലാമിന് സുക്കൂന്, ഹാന് ഫത്ഹ, യാനും ഫത്ഹ. പിന്നെ വാവിന് എന്താ ഉള്ളത്? ഒന്നുമില്ല. വാവ് ദീർഘാക്ഷരാണ്. അപ്പോൾ ഫത്ഹയ്ക്ക് ശേഷം ദീർഘം വരിക അലിഫല്ലേ? അപ്പോൾ ഹയാത്തി എന്ന് പറയണമെങ്കിൽ അലിഫല്ലേ എഴുതേണ്ടത്? ആണ്. പക്ഷെ ഇവിടെ ഈ വാക്കിൽ അലിഫിന് പകരം വാവ് വന്നു. എഴുത്തിൽ വാവാണെങ്കിലും ഉച്ചരിക്കുന്നത് അലിഫായിരിക്കണം. ഹയാത്തി അത് സ്വലാത്ത് എന്ന വാക്കിലുണ്ടാവാറുണ്ട്. എന്നാൽ ചില സ്ഥലത്ത് സ്വലവാത്തിഹിം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്വലവാത്തി, സ്വലവാത്തി, സ്വലാത്തി രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തും വാവുണ്ടാവും. അപ്പോൾ സ്വലവാത്തിയിൽ എന്താ വ്യത്യാസം? ഇവിടെ തന്നെ ഹയവാത്തി എന്നാകണമെങ്കിൽ
ഈ വാവിന് മുകളിലും ഏതുപോലെ ഫത്ഹ കൊടുക്കണം? യാക്കും ഹാനും ഫത്ഹ കൊടുത്ത പോലെ വാവിൻ്റെ മുകളിൽ ഒരു ഫത്ഹും പിന്നെ ആ അലിഫും കുഞ്ഞലിഫും ഇട്ടതാണെങ്കിൽ ഹയവാത്തി എന്ന് വായിക്കാം. ഇവിടെ അതില്ല. ഇങ്ങനെ വായിക്കുന്ന അലിഫിൻ്റെ വാവിൻ്റെ പേര് നമ്മൾ ഉച്ചരിക്കുന്നത് അലിഫാണ്, പക്ഷേ ഇവിടെ വാവാണ് എഴുതിയത്. ചില സ്ഥലത്ത് യാ എഴുതിയിട്ട് അലിഫ് ഉച്ചരിക്കും. മൂസ എന്നുള്ളത് എങ്ങനെ എഴുതുക? മൂസ എന്ന് എഴുതുമ്പോൾ അവസാനത്തിൽ യാ ആണ് എഴുത്തിലുണ്ടാകുക, പക്ഷേ ഉച്ചാരണത്തിൽ ആരായിരിക്കും? അലിഫായിരിക്കും. അലിഫായിരിക്കും ഉച്ചാരണത്തിലുണ്ടാവുക. നമുക്ക് എവിടെയെങ്കിലും വരും, ആ സമയത്തത് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ നോക്കുക ഈ ആയത്തിൽ എവിടെയെങ്കിലും വന്നിരുന്നോ ഈ പേജിൽ. ഇവിടെ നമുക്ക് കാണാം. തൊട്ട് മുന്നത്തെ പേജിലേക്കൊന്ന് നിങ്ങൾ മറിച്ചു നോക്കൂ. കയ്യിൽ ഖുർആൻ ഉണ്ടല്ലോ. 31-ാമത്തെ പേജിലെ ആദ്യ ആയത്തിലെ 3-ാമത്തെ വരി ഫ ഇന്ന ഖൈറ സാദി. നമ്മളതിന് പ്രത്യേകം പറഞ്ഞൊരു അടിവരട്ടൊരു ഭാഗമായിരുന്നു. വ തസവ്വദൂ ഫ ഇന്ന ഖൈറ സാദി തഖ്വാ. തഖ്വ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പ്രൊനൗൺസ് ചെയ്തത്? അലിഫല്ലേ, തഖ്വ. പക്ഷേ അവിടെ വാവ് കഴിഞ്ഞിട്ട് എന്താ എഴുതിയത്? യാ ആണ് എഴുതി കാണുന്നത് അല്ലേ. അപ്പോൾ എഴുതി കാണുന്നത് യാ ആണ്, പക്ഷേ പ്രൊനൗൺസ് ചെയ്തത് അലിഫാണ്. ഇവിടെ ഹയാത്ത് എന്നിടത്ത് എഴുതിയത് വാവാണ്, പ്രൊനൗൺസ് ചെയ്തത് അലിഫാണ്. അപ്പം ഇങ്ങനെ അലിഫ് ലയ്യിന എന്നതിനൊരു നാമകരണം കാണാം. അലിഫ് ലയ്യിന എന്ന് പറയാം. അലിഫ് ലയ്യിന തുക്തബു യാഅൻ തുൻതഖു അലിഫൻ. യാ ആയിട്ട് എഴുതുന്നു, അലിഫായിട്ട് ഉച്ചരിക്കുന്നു. അതേപോലെ അലിഫ് ലയ്യിന തുക്തബു വാവൻ, വാവായിട്ട് എഴുതും, തുൻതഖു അലിഫൻ, അലിഫായിട്ട് പ്രൊനൗൺസ് ചെയ്യപ്പെടും. അത് എഴുത്തിൽ അങ്ങനെയാണ്. വിശദമായി പിന്നീട് പഠിക്കാം എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നു എന്നൊക്കെ. ഇപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കിക്കുക. ഓതിങ്ങനെ പോകുമ്പോൾ ഒമിനന്നാസി മയ്യൂജിബുക ഖൗലുഹു ഫിൽ ഹയവാത്തി ദുനിയ എന്ന് ഓതണ്ട. ഫിൽ ഹയാത്തി ദുനിയ, ഫിൽ ഹയാത്തി ദുനിയ, ഫിൽ ഹയാത്തി ദുനിയ. ഹയവാത്തിയാകണമെങ്കിൽ വാവിൻ്റെ മുകളിൽ കൊടുത്ത അലിഫിന് പുറത്ത് ഒരു ഫത്ഹയും കൂടെ വേണം. ഓക്കെ, ബാക്കി വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി. ഓതു. വഹുവ അലദ്ദുൽ ഖിസാം. യെസ്, ഒന്നും കൂടെ ഓതാം. വമിനൻ നാസി മൻ يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه ويشهد الله على ما في قلبه وهو ألد الخصام. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സമയം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുക. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം എന്നും വർദ്ധിച്ച തോതിലുണ്ടാവുക. അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 203 മുതലുള്ള ആയത്തുകളാണ് 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇതിനു മുമ്പുള്ള 8 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് വിശുദ്ധ ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ച്, അതിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചുമൊക്കെയാണ്. ഹജ്ജിൻ്റെ കുറേ കർമ്മങ്ങളെ സംബന്ധിച്ചും ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു സൂചന നൽകുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഹദീസുകളിൽ വളരെ കൃത്യമായി കാണുവാൻ കഴിയും. ഹജ്ജിൻ്റെ അവസാന ദിവസത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 203-ാമത്തെ ആയത്ത് അള്ളാഹു വിശദീകരിക്കുന്നത്. വദക്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഫീ അയ്യാമിൻ മഅദൂദാത്ത്,
എണ്ണപ്പെട്ട ദിവസങ്ങൾ. ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അയ്യാമു തശ്രീഖ് എന്നാണ്. അതായത് ഹജ്ജിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ, അതായത് 11, 12, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾക്കാണ് നമ്മൾ അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നോമ്പ് നിഷിദ്ധമാണ്. വലിയ പെരുന്നാളിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ദിവസങ്ങളാണിത്. മുമ്പ് കാലത്ത് ഈ ഉളുഹിയ്യത്തിൻ്റെ മാംസം അത് ഉണക്കാൻ വെക്കാറുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നൊരു പതിവ് മുമ്പ് അറബികൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അയ്യാമു തശ്രീഖ് എന്ന് വന്നിരിക്കുന്നത് എന്നാണ് ചില വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ആ അയ്യാമു മഅദൂദാത്ത്, ദുൽഹിജ്ജ 10 അന്ന് ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കർമ്മങ്ങളുണ്ട്. 10 അന്ന് മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് വരുന്നു. അവിടെ ഏറ് നടത്തുന്നു. ജംറത്തുൽ അഖബയിൽ അവിടെ കല്ലെറിയുന്നു. അത് കഴിഞ്ഞ് വിശുദ്ധ കഅബയിൽ പോയി സഅയും തവാഫും സഅയും നിർവഹിക്കും. അതുപോലെ തന്നെ അന്ന് തന്നെയാണ് അറവും പിന്നെ മുടി നീക്കം ചെയ്യലും. തുടർന്ന് കൊണ്ട് ഇനിയുള്ള 3 ദിവസങ്ങൾ അവിടെ മിനായിൽ തന്നെ തമ്പടിക്കുന്നതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കർമ്മം. അതിനെ പറ്റിയാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. 2 ദിവസങ്ങളിൽ അവിടെ താമസിച്ച് 2ാമത്തെ ദിവസം തന്നെ അവന് പോകാൻ ധൃതിയുണ്ടെങ്കിൽ ഫലാ ഇസ്മ അലൈഹി, അതിന് ആ ഹാജിക്ക് തെറ്റില്ല എന്ന് പറഞ്ഞാൽ 11 12 മിനയിൽ തമ്പടിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. ഇത് ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ പെട്ടതാണ്. 12 മഗ്‌രിബിൻ്റെ സൂര്യാസ്തമയത്തിന് മുമ്പ് ഹാജി അവിടെ നിന്ന് പോവണം. 12 പോകാൻ ഉദ്ദേശിക്കുന്നത്. മഗ്‌രിബിന് മുമ്പ് അവിടുന്ന് പോയിട്ടില്ല എങ്കിൽ പിന്നെ 13 കൂടി നിൽക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 13 സുന്നത്താണ്, അന്നുകൂടിയും നിൽക്കുക എന്നത് അഫ്ളലായിട്ടുള്ള കാര്യമാണ്. അമൻ തഅഖറ, ആരെങ്കിലും വൈകിപ്പിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 13 കൂടി അവിടെ താമസിക്കാൻ ആരെങ്കിലും നിയ്യത്ത് വെക്കുകയാണെങ്കിൽ വലാ ഇസ്മ അലൈഹി, അതിനും അവന് തെറ്റില്ല. ലിമനിത്തഖാ, അള്ളാനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക്. അത് അതിൻ്റെ കൂടെ തുടർന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 3 ദിവസം നിൽക്കുക എന്നത് കൂടുതൽ പുണ്യകൂലി ഉള്ള കാര്യമാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നു വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയോടുകൂടി ജീവിക്കണം. ഇതാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഹാജിയിൽ നിന്നും ഉണ്ടാവേണ്ട ഒരു കാര്യം അതാണ്, തഖ്വയാണ്. അത് ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞ വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് വേണ്ടി നിങ്ങൾ ഒരുക്കണം. ഫൈന ഹൈറസാദി തഖ്വ, അതിനു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ ഒരുക്കം എന്ന് പറയുന്നത് തഖ്വയാണ്. അപ്പോൾ വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ, എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, തീർച്ചയായും നിങ്ങളെല്ലാം മടക്കപ്പെടുന്നത് അവനിലേക്ക് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നമുക്കെല്ലാവരും ഹജ്ജിയെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ടത്. പടച്ചവനെ പറ്റിയുള്ള സൂക്ഷ്മത, തഖ്വ, അതുപോലെ തന്നെ ആഖിറത്തിനെ പറ്റിയുള്ള ചിന്ത, അവനിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത്. ഇത് ഹജ്ജി മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്തയാണ് വഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നമ്മളെല്ലാം മടക്കപ്പെടേണ്ടത് എന്ന്.
തുടർന്ന് കൊണ്ടുള്ള പറയുന്നു വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു. ഈ വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചാണ് പറയുന്നത്. ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട് മൻ യുഅ്ജിബുക ഖൗലുഹു, അവരുടെ വർത്തമാനം താങ്കളെ അത്ഭുതപ്പെടുത്തും. ഇത് സത്യനിഷേധികളും കപടവിശ്വാസികളുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ബാഹ്യവും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആന്തരികവുമായ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു, ജനങ്ങളിലുള്ളൊരു വിഭാഗം ആളുകൾ അവർ താങ്കളെ അത്ഭുതപ്പെടുത്തും. ഖൗലുഹു, അവരുടെ സംസാരം ഇങ്ങനെ കേട്ടാൽ ഇങ്ങനെ നിന്നു പോകുമ്പോൾ ധരിച്ചു പോകും. അത്രക്കും നല്ല സംസാരമായിരിക്കും. ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയായ ജീവിതത്തിൽ. വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, അവർ ഇങ്ങനെ അള്ളാനെ സത്യം ചെയ്ത് സാക്ഷി നിർത്തി പറയും ചെയ്യും. വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവര് ഹൃദയശുദ്ധിക്ക് വേണ്ടി അവർ അള്ളാഹുവിനെ സാക്ഷി നിർത്തി സംസാരിക്കുകയും ചെയ്യും. വഹുവ അലദ്ദുൽ ഹിസാബ്, എന്നാൽ അവർ ഇസ്ലാമിൻ്റെ കഠിന വൈരികളത്രേ. പുറത്തിങ്ങനെ നല്ല സംസാരമായിരിക്കും, പക്ഷെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇത് പ്രധാനമായും കപടവിശ്വാസികളെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ബാഹ്യമായി അവർ ഇസ്ലാമിൻ്റെ രൂപവും ഭാവവും ഒക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ ഇസ്ലാമിനോട് കഠിനമായ ശത്രുതയായിരിക്കും, നല്ല സംസാരമായിരിക്കും, ആകർഷകമായ വാക്കുകളായിരിക്കും. അവർ പറയുന്നത് സത്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അവരിങ്ങനെ അള്ളാഹിനെ പിടിച്ച് ഇങ്ങനെ സത്യം ചെയ്യും, അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയും. അവർക്ക് തന്നെ തോന്നും എന്ത് ഞങ്ങൾ പറയുന്നത് കള്ളാണ്. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ആൾക്കാർ സത്യമാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്ത് വേറെയും സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കും, നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല വൈദാ തവല്ല, തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് വൈദാ തവല്ല സഅഫിൽ അർദ്, ഇനി അവര് നിങ്ങളുടെ അടുത്ത് നിന്ന് തിരിച്ചു പോയാലോ, സഅഫിൽ അർദ്, അവർ പോകുന്നത് എന്തിനാണ്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക. എങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ, ഫിത്ന ഉണ്ടാക്കാൻ പറ്റുമോ, ഇതാണ് ചില ആൾക്കാരെ ചിന്തന. അതായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ലിയുഫ്സിദ ഫീഹ, ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക. ഈ ഏതൊരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് സമാധാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു നാട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ജീവിച്ചു പോകുക എന്നത് വളരെ പ്രയാസകരമായിരിക്കും. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആരാധനാലയങ്ങൾ പോലും നശിപ്പിക്കപ്പെടുകയാണ്. പല കാരണങ്ങളും പറഞ്ഞ് അതൊക്കെ ബുൾഡോസറൊക്കെ വെച്ച് തകർക്കുകയാണ്. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അരക്ഷിത ബോധം ഉണ്ടാക്കുകയാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക. വൈഹുലിക്കൽ ഹർസ, അതേപോലെ തന്നെ വിള നശിപ്പിക്കുക, കൃഷിയിടങ്ങൾ നശിപ്പിക്കുക. വൻ നസ്ൽ, ആൾക്കാരെ ജീവൻ കൊടുക്കുക. നസ്ൽ എന്ന് പറഞ്ഞാൽ ഖത്ൽ എന്നാണ്, ജനങ്ങളെ കൊല്ലുക. അങ്ങനെ നാട്ടിലാകെ കുഴപ്പങ്ങളും ഫസാദുകൾ ഫിത്നകൾ ഉണ്ടാക്കുക. ഇതിൽ വ്യാപൃതരായിരിക്കുക അവർ. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, എന്നിട്ട് അള്ളാഹ് പറയുന്നു അള്ളാഹു ഇങ്ങനത്തെ ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഒരു വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കേണ്ടത് സമാധാനമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നത് റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന, വിശുദ്ധ മക്കയിൽ വെച്ചിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പടച്ചവനെ, ഈ നാടിനെ നീ ഒരു സമാധാനമുള്ള നാടാക്കി മാറ്റണമേ, നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. ഒരു നാട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആ നാട്ടിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് സമാധാനമാണ്. സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് കർമ്മവും നിർവഹിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഇബാദത്തുകൾ പോലും
നിർവഹിക്കാൻ കഴിയുകയുള്ളൂ, നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ, കുടുംബജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഏത് നാട്ടിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നതാണ് പ്രധാനപ്പെട്ടത്. ആ സമാധാനത്തിന് ഭംഗം വരുത്തുവാനും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശ്രമിക്കുന്നത് എന്നാണ് ഈ 2 ആയത്തുകളിലായി അള്ളാഹു സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإني قريب أجيب